Good morning dear traders, welcome back to another video of pre-market analysis. നമുക്ക് നമ്മുടെ ഇന്നത്തെ ട്രേഡ് പ്ലാനും കാര്യങ്ങളും പറയുന്നതിന് മുമ്പായിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം അതായത് ട്യൂസ്ഡേ നമ്മൾ പറഞ്ഞ ട്രേഡ് പ്ലാനും മാർക്കറ്റിൽ പ്ലോട്ട് ചെയ്ത കീ ലെവൽസും എല്ലാം എത്രത്തോളം വർക്കൗട്ടായി അതിൻ്റെ ഒരു റിവ്യൂ നടത്തിയിട്ട് നമുക്ക് ഇന്നത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ യൂറോസ്ഡിയിൽ പറഞ്ഞ വ്യൂ ഒരു ന്യൂട്രൽ വ്യൂ ആയിരുന്നു. അതിൽ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു സെലിബ്രിറ്റി സ്വീപ്പ് ചെയ്ത് നിൽക്കുന്ന ടൈമിന് മാർക്കറ്റ് ഇവിടെ വന്നാൽ ചെറിയ രീതിയിൽ ഒരു ബൈങ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇത് നല്ലൊരു കീ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം കാണുക. ഞാനപ്പോൾ ഇന്നലെ പറഞ്ഞ ഈ ഒരു കീ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്നാണ് ലണ്ടൻ സെഷനിലെ മാർക്കറ്റ് ഇന്നലെ എക്സാക്ട്ലി ലണ്ടൻ സെഷനിൽ നിന്നായിരുന്നു ഈ ഒരു ഫോൾ നമുക്ക് കിട്ടിയേക്കണത്. ആ ഫോള് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ടാർഗറ്റ് പറഞ്ഞത് ഈ ഒരു സെൽ സെലിബ്രിറ്റി ആയിരുന്നു. പക്ഷേ മാർക്കറ്റ് അതും കഴിഞ്ഞു. ഈ ഒരു സെൽ സെലിബ്രിറ്റി മെയിൻ ആയിട്ടുള്ള നോക്കിക്കൊണ്ടിരുന്ന സെൽ സെലിബ്രിറ്റി സ്വീപ്പ് ചെയ്തു. ഓക്കെ, സോ വാട്ട്സ് നെക്സ്റ്റ്? അടുത്തതായിട്ട് പേഴ്സണലി ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരു ഫോളോ ഓഫ് തന്നെയാണ് മാർക്കറ്റിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. ഇത് ഒരു കീ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ ചെറിയ രീതിയിൽ ബയേഴ്സ് സ്റ്റെപ്പിനാവും, പക്ഷെ അവര് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ മാത്രമേ ബയേഴ്സ് നല്ല രീതിയിൽ അവിടെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഇനിയും ഡൗൺ ആയിക്കൊണ്ടിട്ട് മാർക്കറ്റ് ഇനി അവിടെ നിന്ന് അപ്പാകാനുള്ള ഒരു ചാൻസ് കാണുന്നുള്ളൂ. പക്ഷെ അതൊരു ഹാർഡ് കോൾ ആയിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും അത് മാർക്കറ്റ് ടേൺ ഔട്ട് ചെയ്യണമെന്ന്. അപ്പൊ ഇൻ കേസ് ഇനി ഇവിടെ ഈ ബയേഴ്സ് സസ്റ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പിനായിട്ടും സസ്റ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇനിയും ഫോളോ നടക്കുകയും ഈ കാണുന്ന മെയിൻ ആയിട്ടുള്ള ഒരു സെൽ സെലിബ്രിറ്റി ഉണ്ട്. ഇത് ഹൈ ടൈം ഫ്രെയിമിലെ മെയിൻ സെൽ സെലിബ്രിറ്റി ആണ്. ഇത് വരുന്ന ദിവസങ്ങളിൽ യൂറോസ്ഡി ടേക്ക് ഔട്ട് ചെയ്യണത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് യൂറോസ്ഡിന്റെ വ്യൂ. നെക്സ്റ്റ് നമുക്ക് ഡോളറിൽ നോക്കാം. ഡോളറിലും നമ്മൾ ഇന്നലെ ഒരു ന്യൂട്രൽ വ്യൂ ആയിരുന്നു പറഞ്ഞു വെച്ചത്. അതിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ പ്രൈസ് ആക്ഷൻ അത്ര കൺവിൻസിങ് ആയിരുന്നില്ല. പിന്നെ ഈ ഒരു കീ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു ഫോളോ ഓഫ് പ്രതീക്ഷിക്കാന്ന് പറഞ്ഞു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് ആ ഒരു ഫോളോ ഓഫ് അവിടെ നിന്ന് തന്നില്ല. മാർക്കറ്റ് വീണ്ടും തിങ്കളാഴ്ച അവിടെ നിന്ന് വീണ്ടും നല്ല രീതിയിൽ ബൈ ചെയ്തു. ഇന്നത്തെ ദിവസം ഈ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എന്താ പറയാ അത് ഇൻവാലിഡേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മുകളിലേക്ക് കയറി. സോ നമുക്ക് യൂറോസ്ഡിയിൽ ബെയറിഷ് വ്യൂ കിട്ടിയതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പൊ കറന്റ് ഉള്ളത് ഒരു ബൈ വ്യൂ ആണ്. കാരണം ഇത് യൂറോസ്ഡിയുടെ ഇൻവേഴ്സ്ലി കോറിലേറ്റഡ് പെയർ ആയതുകൊണ്ട് തന്നെ ബൈ വ്യൂ ആണ് പിന്നെ അത് കിട്ടുന്നത്. സോ വരുന്ന മണിക്കൂറുകളിൽ വീണ്ടും ഒരു ബൈയിങ് ഡോളറിൽ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. ഒരു കീ ലെവൽസ് ആയിട്ട് പറയുന്ന ഏരിയാസ് ആണ് ഇപ്പൊ കറന്റ് മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കറന്റ് ഈ ഒരു കീ ഏരിയ ഉണ്ട്. ഇവിടെ നിന്ന് ഇപ്പൊ ബൈയിങ് കിട്ടി ഓൾറെഡി. ബയേഴ്സ് സ്റ്റെപ്പിനായിട്ടുണ്ട്. സോ വരുന്ന മണിക്കൂറുകളിൽ വീണ്ടും നല്ല ബൈ എൻട്രീസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ എത്തുന്നവരെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. അതായത് ഇതിൽ ബൈ എൻട്രി എന്ന് പറയുമ്പോൾ യൂറോസ്ഡി GBPയിലൊക്കെ സെൽ എൻട്രീസ് ഈ ഒരു ഡോളറിൽ ഈ ഒരു ലെവലിൽ ഡോളർ എത്തുന്നത് വരെ യൂറോസ്ഡി GBP USD പോലത്തുള്ള കറൻസി ബേസ് നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഡോളറിലുള്ള എൻ്റെ വ്യൂ. സോ ഐ ആം ബെയറിഷ് ഓൺ USD ആൻഡ് ഐ ആം ബുള്ളിഷ് ഓൺ US dollar. ആൻഡ് ഫൈനലി ഗോൾഡിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെയറിഷ് ആയിരുന്നു. വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് ഒരു സെൽ ഓഫ് ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്തത്. അതായത് ഈ ഒരു ബെയറിഷ് ഫീജിയും പിന്നെയുള്ള ഈ ഒരു മിറ്റിഗേഷൻ ബ്ലോക്ക് ഈ രണ്ട് ഏരിയാസിൽ നിന്ന് ഒരു സെൽ ഓഫ് കിട്ടണമെങ്കിൽ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റിൽ സെല്ലേഴ്സ് അവിടെ സസ്റ്റെയിൻ ആയില്ല. അതിന് പകരം ഈ ഒരു 1 hour ഫീജി ആണ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ആ ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് മാർക്കറ്റ് ഇന്നലെ റീട്രേസ് ആയിട്ട് അപ്പായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്പായിട്ട് ഇപ്പൊ ഏകദേശം ഈ ഒരു ബൈ സെലിബ്രിറ്റി സ്വീപ്പ് ആയിട്ടുണ്ട്. ഇന്നലെ ഏകദേശം ഈ ഒരു 1 hour ഫീജിയിൽ എനിക്ക് നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. ബൈ എൻട്രി ആയിരുന്നു ഞാൻ നോക്കിയത്. കാരണം ഈ FEG ഞാൻ അനാലിസിന്റെ ടൈമിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബെയറിഷ് FEGയിൽ സെല്ലേഴ്സ് സ്റ്റെപ്പിൻ ആയില്ല, സെല്ലേഴ്സ് സസ്റ്റെയിൻ ആയില്ല, ബയേഴ്സ് ആണ് സസ്റ്റെയിൻ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ബൈസ് നോക്കാന്നുള്ളത്. സോ ബയേഴ്സ് കിക്കലായത് കാരണം ഞാൻ അവിടെ ബൈസ് ആണ് ഞാൻ നോക്കിയത്. എന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ വരെയായിരുന്നു. ഞാൻ ഈ ഒരു ലെവൽ വരെ ഹോൾഡ് ചെയ്തില്ല, കാരണം അതിന് മാത്രം കൺഫർമേഷൻസ് എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ വാട്ട്സ് നെക്സ്റ്റ്? അടുത്തതായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് ഇനിയൊരു സെൽ ഓഫ് ആണ് വരുന്ന മണിക്കൂറുകളിൽ. ഞാൻ പേഴ്സണലി ഗോൾഡിൽ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്, കാരണം നല്ല രീതിയിൽ സെല്ലേഴ്സ് അവിടെ സ്റ്റെപ്പിനായിട്ടുണ്ട്. സോ വരുന്ന മണിക്കൂറുകളിൽ ഒരു സെൽ റാലി തന്നെയാണ് ഞാൻ പേഴ്സണലി ഗോൾഡിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. അപ്പോ എവിടുന്ന് ഒരു കീ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന ഏരിയാസ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കാണുന്ന ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു സെൽ ഓഫ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. ഈ ഒരു സെൽ ഓഫ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എടുത്തിട്ടാണ് ഗോൾഡ് ഇപ്പൊ നിൽക്കുന്നത്. സോ ഇവിടെ നിന്ന് നല്ലൊരു സെൽ ഓഫ് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഇനി അടുത്തതായിട്ട് സെല്ലിങ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന കീ ലെവൽസ് ഞാൻ പറഞ്ഞുതരാം.
ഇപ്പം ഗോൾഡ് ഇവിടെ നിന്നൊരു റീട്രേസ്മെന്റ് ബയേഴ്സ് കിക്കിനായിട്ട് ഒരു റീട്രേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവല് നല്ലൊരു ലെവലാണ് ഗോൾഡ് ഷോർട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ പറയുന്നത്. ഗോൾഡ് ഷോർട്ട് സെൽ ചെയ്യാൻ നല്ലൊരു കീ ലെവലാണത്. വേറെ പറയുകയാണെന്നുണ്ടെങ്കിൽ ടിൽ ദിസ് മൊമെന്റ് ഒരു നല്ലൊരു ഏരിയ കിട്ടിയിട്ടില്ല. ഇതൊരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. അതായത് ഇനിയൊരു 2 hours കഴിയുമ്പോഴത്തേക്കും ഇതൊരു ബെയറിഷ് എഫിജി ആയിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു ബെയറിഷ് എഫിജി ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എന്താണ് ഷോർട്ട് സെല്ലിംഗ് വരുന്ന മണിക്കൂറുകളിൽ ഗോൾഡിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. ലോ ടൈം ഫ്രെയിംസിൽ റിഫൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ ഗോൾഡിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള വ്യൂ. അപ്പൊ ഗോൾഡിൽ ഫോർ ദിസ് ഡേ ഞാൻ ബെയറിഷ് ആണ്. നമുക്ക് നോക്കാം ഗോൾഡ് എങ്ങനെ ടേൺ ഔട്ട് ചെയ്യും. പിന്നെ മാത്രമല്ല ഈ ഒരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇവിടെ നമുക്ക് ഷോർട്ട്സ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഗോൾഡിൽ ഇപ്പൊ ബുള്ളിഷ് ആവാൻ മാത്രം റീസൺസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. സോ വി ആർ സ്റ്റിൽ ബെയറിഷ് ഓൺ ഗോൾഡ്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും വരുന്ന മണിക്കൂറുകളിൽ ഗോൾഡ് ടേൺ ഔട്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ന്യൂസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ന്യൂസ് ആയിട്ട് പറയുന്നത് ഇന്ന് October 2 ആണ്. ഇന്ന് October 2 ADP NFP മാത്രമേ ഉള്ളൂ. ADP NFP അത്ര ഇമ്പാക്ട് ഇല്ലാത്ത ന്യൂസ് ആണ്. ബട്ട് ന്യൂസ് ട്രേഡിങ് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ടിൽ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. എക്സാക്ട്ലി ഈ ഒരു ടൈമിൽ പോയിട്ട് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ഫണ്ടഡ് അക്കൗണ്ടിൽ റിഫ്ലക്ട് ആവില്ല. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അത്ര വലിയ ഇമ്പാക്റ്റിലാകാൻ ചാൻസ് ഇല്ലാത്തൊരു ന്യൂസ് ആണ് ഇന്നത്തെ. അപ്പോൾ USD GBP ആൻഡ് ഡോളർ ഈ പേഴ്സിലൊക്കെ കോറിലേറ്റഡ് ആയിട്ട് വരുന്ന പേഴ്സിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ന് സേഫ് ആണ്. ഓക്കെ, സോ ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്ന തിയറീസും കാര്യങ്ങളെല്ലാം ICT കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. സോ ICT കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് മലയാളത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കൺസീപ്സിന്റെ യൂട്യൂബ് ചാനലിലെ ഈ ഒരു പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. ICT കൺസെപ്റ്റ് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലേണിംഗ് സീരീസ് ആണ്. ഞങ്ങൾ 21 ടോപ്പിക്കുകൾ ഇപ്പൊ കറന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ടോപ്പിക്കുകൾ ICT റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഞങ്ങൾ ഇനിയും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അതൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഈ പ്ലേലിസ്റ്റിലെ ഓരോ ടോപ്പിക്കുകൾ കാണുക. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലോ അല്ലെങ്കിൽ ഈ ഒരു പബ്ലിക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്തിട്ട് ഞങ്ങളുടെ ഡൗട്ടുകൾ ചോദിച്ചാൽ മതി. ഡെഫിനറ്റ്ലി ഞങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ മെന്റേഴ്സ് എടുക്കുന്ന ചില ഹൈ പ്രോബബിൾ ട്രേഡ്സ് ഒക്കെ ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ കൺസീപ്സ് അക്കാഡമിയിലെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇങ്ങനത്തെ ട്രേഡുകളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ട്രേഡ് എടുക്കുന്നതിന് മുമ്പായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് കറൻസി നാളെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ഫൗസ് ഫ്രം കറൻസി ബിപ്സ്.